സൂറത്തുൽ കഹ്ഫിലെ ഒന്നാമത്തെ ആയത്തിലെ സക്ത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇത് സൂറത്ത് യാസീനിലെ 52-ാമത്തെ ആയത്താണ്. ഇവിടെ മിമ്മർഖദിന എന്ന വാക്കിൽ നൂൻ കഴിഞ്ഞിട്ടുള്ള അലിഫിന്റെ മുകളിലാണ് കുഞ്ഞ് സീൻ കാണുന്നത്. അതിന്റെ കൂടെ തന്നെ ഒരു അലാമാത്തുൽ വഖഫ് കാണാം, അതായത് നിർത്തുന്നത് ബെറ്റർ ആണ് എന്ന് കാണിക്കുന്ന ഒരു അലാമാത്ത്. പിന്നെ എങ്ങനെയാണ് പാരായണം ചെയ്യുക എന്ന് നോക്കാം. ഇത് ഒറ്റ ആയത്താണ്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മിമ്മർഖദിന എന്ന അവിടെ നമുക്ക് വഖഫ് ചെയ്യാം. വഖഫും സക്തും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. വഖഫ് എന്ന് പറയുന്നത് പാരായണം തുടരണം എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു വാക്കിൽ നിർത്തി ശ്വാസം എടുത്തുകൊണ്ട് അടുത്ത ഭാഗത്തോട്ട് പോകുന്നതാണ്. സക്ത് എന്ന് പറയുന്നത് പാരായണം തുടരണം എന്ന ഉദ്ദേശത്തോടു കൂടി ഒന്ന് നിർത്തി അല്ലെങ്കിൽ ഒന്ന് മൗനം പാലിച്ച് ശ്വാസം എടുക്കാതെ അടുത്ത ഭാഗത്തോട്ട് പോകുന്നതാണ്. അതാണ് സക്ത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വഖഫ് ചെയ്ത് അടുത്ത ഭാഗത്തോട്ട് പോകാം. അപ്പൊ നമ്മൾ ഈ സീൻ എന്താവുന്നില്ല, നമ്മളെ ബാധിക്കുന്നില്ല. കാരണം ഈ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ ഭാഗത്തിന്റെ അർത്ഥം കംപ്ലീറ്റ് ആണ്, അതിന്റെ ആശയം കംപ്ലീറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വഖഫ് ചെയ്യാം, നിർത്താം, എന്നിട്ട് ശ്വാസം എടുത്ത് അടുത്ത ഭാഗത്തോട്ട് പോകാം. അപ്പൊ അതെങ്ങനെയാണ് ഓതാന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ هذا ما وعد الرحمن وصدق المرسلون. നോർമൽ. എന്നാൽ ഇത് ഒറ്റ ആയത്തായതുകൊണ്ട് തന്നെ നമുക്ക് ചേർത്തോതണം എന്ന് തോന്നും. അങ്ങനെ ചേർത്തോതുമ്പോൾ നമുക്ക് എന്താണ്, ഇവിടെ സക്ത് പാലിക്കൽ നിർബന്ധമാണ്, വാജിബാണ്. കാരണം ഇത് രണ്ടും രണ്ട് ആശയങ്ങളാണ്. ആദ്യത്തേത് സത്യനിഷേധികളുടെ രോദനമാണ്. ഹാദ എന്ന് തുടങ്ങുന്നിടത്ത് അവർക്കുള്ള മറുപടിയാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ വസ്ല് ചെയ്യുമ്പോൾ സക്ത് പാലിക്കുന്നത് എന്ന് നോക്കാം. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ അർ-റഹ്മാനു വസദഖൽ മുർസലൂൻ. അതായത് ചേർത്ത് ഓതുമ്പോൾ സക്ത് പാലിക്കൽ നിർബന്ധമാണ് എന്ന് പറയാനുള്ള കാരണം മർഖദിന എന്നുള്ളതും ഹാദ എന്ന വാക്കും എന്താവാൻ പാടില്ല, ഒരുമിച്ചാവാൻ പാടില്ല. ആദ്യത്തേത് സത്യനിഷേധികളുടെ രോദനമാണ്. കാഹളം ഊതുമ്പോൾ അവരെന്താണ്, ഖബറിൽ നിന്ന് എഴുന്നേറ്റിട്ട് പറയുന്നതാണ്, ഹാ കഷ്ടം, ഞങ്ങളുടെ നിദ്രയിൽ നിന്ന് വിളിച്ചുണർത്തിയത് ആരാണ്. ഹാദ എന്ന് തുടങ്ങുന്നിടത്ത് മറുപടിയാണ്. റഹ്മാൻ, ഇത് പരമകാരുണികന്റെ വാഗ്ദാനമാകുന്നു. അപ്പൊ അവിടെ എന്താക്കാൻ പാടില്ല, ആ മർഖദിന എന്നുള്ളതും ഹാദ എന്നുള്ളതും ഒരുമിച്ച് വരാൻ പാടില്ല.